മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രോക്ക് ചെയ്തെടുക്കാം. അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഫ്രോക്കാണ്. അതിനകത്ത് ഒരു നെറ്റ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റോ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും അതുപോലെ തന്നെ 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് 58 ഇഞ്ച് വിടുത്തുള്ള നെറ്റാണ്. അത് 1/2 മീറ്ററും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ അംബ്രല്ല കട്ടിങ് ചെയ്യുമ്പോൾ, ഫ്രോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്കേർട്ട് പോർഷൻ ആദ്യം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വേസ്റ്റ് വരുന്ന ഭാഗത്തുനിന്ന് അതിൻ്റെ യോക്ക് പോർഷൻ, ബോഡി പാർട്സ്, സ്ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പം മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, അത് ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഇതുപോലെ കോണായിട്ട് വെച്ച് കൊടുക്കുക. നമുക്കിനി ഇതിൻ്റെ ചെസ്റ്റ് അളവ് അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് അളവ്, ആ അളവ് നമുക്ക് ഈ കോൺ വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് അളവ് ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വണ്ണം 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഏകദേശം വരാൻ ഭാഗത്തിന് നമുക്കിതുപോലെ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് അത് എത്രയാണോ ലെങ്ത്ത് എന്ന് നോക്കിയിട്ട് ഇതുപോലെ ആ കോണിൽ നിന്ന് ടേപ്പിന് അളന്നു കൊടുക്കാം. അപ്പം നമ്മൾ 0 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ ടേപ്പിൻ്റെ, ആ പോയിന്റ് മാറ്റാതെ ഇതുപോലെ കറക്കി കൊടുത്ത് നമ്മൾ എത്ര അളവാണോ നമ്മൾ അളന്നിപ്പോൾ കിട്ടിയത് അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് പോയിന്റുകൾ ജോയിൻ ചെയ്ത് എടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ച് അത് എത്ര അളവുണ്ടെന്ന് നോക്കുക. നമുക്ക് കിട്ടുന്ന അളവാണെങ്കിൽ അതെടുക്കാം. ഇനി അതിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഇതുപോലെ ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. എനിക്കപ്പോൾ ആദ്യം കുറച്ച് അധികമാണ് കിട്ടിയത്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാറ്റി വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് 7 ഇഞ്ച് തന്നെ കിട്ടി. അപ്പം അല്ലെങ്കിൽ മുകളിൽ നിന്ന് തന്നെ അളന്ന് എടുക്കുക. നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ച് അളന്ന് വരച്ച് പോയിന്റ് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് 26 ഇഞ്ചാണ് ഫ്രോക്കിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ട് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ട് ലെങ്ത് 26-ൽ നിന്ന് 8 കുറച്ചിട്ട് കിട്ടുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിഭാഗം ചെറുതായിട്ട് ഉരുട്ടി മടക്കി അടിക്കുന്നുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ 19 ഇഞ്ചാണ് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷന് എത്രയാണോ അളവ് വേണ്ടത് അത് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്തി വെച്ച പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു കോണിൽ തന്നെ വെച്ച് കൊടുത്ത് മാറ്റാതെ വരച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ എല്ലാ പോയിന്റുകളും മാറ്റി മാറ്റി വെച്ച് കൊടുത്തിട്ട് എല്ലാ പോയിന്റിനും നമ്മുടെ അളവ് എത്രയാണോ അത്രയും അടയാളപ്പെടുത്തി കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മിക്കവാറും ഒരു കോൺ പീസ് താഴെ എഴുപ്പിച്ച് കൊടുക്കേണ്ട വരും കേട്ടോ. മിക്കവാറും അംബ്രല്ല കട്ടിങ്ങിന് വിട്ട് ഒക്കെ നമുക്ക് എടുത്തു വരുമ്പം ഒരു 2 പീസിൽ ചിലപ്പോൾ ഇതുപോലെ എഴുപ്പ് കൊടുക്കേണ്ട വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വരുന്നത് അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഇതുപോലെ തുണി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കോൺ വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കിങ്ങനെ തുണിയിൽ തപ്പി നോക്കുമ്പോൾ അടിയിലത്തെ തുണിയുടെ അടയാളം കിട്ടും. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് വരച്ചെടുക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് നമ്മുടെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാലോ, ആ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്ത് വരച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ലെങ്ത്തിൻ്റെ താഴെ ഭാഗം കോണ് ഇതുപോലെ 2 പീസുകൾ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പം വശങ്ങളൊക്കെ മാറി പോകാതിരിക്കാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാൽ എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്ക് ബോഡി കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ആദ്യമേ ബോഡി പാർട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ഇത് സ്ലീവ് ഇല്ലാണ്ട് ഷോൾഡർ ഇല്ലാണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു ബെൽറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ബെൽറ്റ് വെക്കുന്ന ഫ്രോക്കിന് ബോഡി കട്ട് ചെയ്യുന്നത്, അതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ലൈനിങ് എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക. അപ്പോൾ ഇതിന് നമുക്ക് 4ആയിട്ട് മടക്കുമ്പോൾ 8 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് അളവ് 7.5 മതി. അപ്പോൾ ആ അളവിന് ഉള്ള മെഷർമെൻ്റ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഷോൾഡർ 4.5, ആം ഹോൾ 4.5, ചെസ്റ്റ് 7.5, അതുപോലെ ബോഡി ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ചാണ്. അതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ചോടെ കൂട്ടി 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക.
അപ്പോൾ 9 ഇഞ്ച്, അവിടെ ഷേപ്പ് വണ്ണം 7 ഇഞ്ച്, അങ്ങനെ ഉള്ള അടയാളങ്ങളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് മാർക്ക് ചെയ്ത് എടുക്കുക. അതുപോലെ നമുക്ക് ഷേപ്പിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കണം സൈഡ്. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ലെങ്ത് 3 ഇഞ്ചാണ് വേണ്ടത്. അതൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബെൽറ്റ് അവിടെ കട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിടുക. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് 2.5 ഇഞ്ചാണല്ലോ കിട്ടുന്നത്. ഇതുപോലെ 3 ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമുക്ക് അവിടെ തയ്ച്ച് മറിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ട് അതോടെ കയറ്റിയിട്ട് 2.5 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് സാധാരണ ആം ഹോൾ വരയ്ക്കും പോലെ മുകളിൽ നിന്നൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് ആ ആം ഹോൾ വരച്ച പോയിന്റിലേക്ക് മുട്ടുന്ന ഭാഗം വരെ വരച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് തെളിച്ചെടുത്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പിന് ബോഡി പാർട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ബോഡി പാർട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് യോക്ക് പോർഷൻ്റെ അവിടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബെൽറ്റ് വെക്കാൻ കഴുത്തകൽ എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തി ഒരു കട്ടിട്ട് കൊടുക്കുക. 1 ഇഞ്ച് വീതിയിലുള്ള ബെൽറ്റാണ് വെക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് വീതി കണക്ക് കൂട്ടി അവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല പീസ് എടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ മടക്കി നോക്കാം, നമ്മുടെ ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ കിട്ടുന്ന ഭാഗത്ത് വെച്ച് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എവിടെയാണോ നമുക്ക് ഇത് അളവ് കിട്ടുന്നത് അങ്ങനെ എടുക്കുക. ഇത് ഒരു 3 വയസ്സായ കുട്ടിയുടെ അളവിനുള്ള ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതിന് ചെസ്റ്റ് അളവ് 22 അങ്ങനെയുള്ള ഒരളവിനാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ ബാക്കി ഭാഗത്തുനിന്ന് ഒരു തൊപ്പി കൂടി തയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വള്ളി കട്ട് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഞാനിനി ലൈനിങ് സ്കേർട്ട് പോർഷൻ്റെ ഭാഗത്തേക്ക് ഉള്ളത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമ്പർലയായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കേർട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് 19 ഇഞ്ചാണ് നമ്മൾ നല്ല പീസ് എടുത്തത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ച് ലൈനിങ് 18 ഇഞ്ചിൽ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് പ്ലീറ്റ് ഇട്ട് എടുക്കാനാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ വെക്കാൻ, നെക്കിൻ്റെ അവിടെ വെക്കാൻ ഒരു ബെൽറ്റ് കട്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കോൺ കട്ട് ചെയ്ത് കളഞ്ഞ പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് അത് ഉള്ളിലേക്ക് വെച്ചടിക്കുമ്പോൾ 1 ഇഞ്ച് 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണം. അപ്പം 7 ഇഞ്ച് നീളത്തിന് ബെൽറ്റിൻ്റെ നീളം എടുക്കുക. അതുപോലെ 1 ഇഞ്ച് വീതിയിലുള്ള ബെൽറ്റാണ് വേണ്ടത്. അപ്പോൾ അത് അടിച്ചു മറിക്കണം. അതിനുള്ള തയ്യൽ തുമ്പോടെ ഇട്ട് 2.5 ഇഞ്ച് വീതിയിൽ ബെൽറ്റിൻ്റെ വീതിയും എടുക്കുക. അപ്പം 7 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും നമുക്കിതുപോലെ ബെൽറ്റ് 2 എണ്ണം കട്ട് ചെയ്ത് എടുക്കാം. അത് രണ്ടും ഇതുപോലെ മടക്കിയിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഉടുപ്പിന് വേണ്ടുന്ന വള്ളി വെട്ടിയെടുക്കണം. അത് നമുക്ക് ഈ പീസിൽ നിന്ന് വെട്ടിയെടുക്കാം. അതുപോലെ ഇനി നമുക്ക് താഴെ വെക്കാനുള്ള ഫ്രിൽസ് ഇടാനുള്ള ഒരു വെള്ള നെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ള അളവ് നോക്കാം. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയ രീതിയിലാണ് ഇരിക്കുന്നത്. അതൊന്ന് അളന്ന് നോക്കുക. ഇവിടെ 22 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 4ആയിട്ടാണല്ലോ മടങ്ങി കിടക്കുന്നത്. 4 ഇരട്ടി വരുമ്പോൾ 88 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടിയെങ്കിലും ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ 1/2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഇഞ്ച് വീതിയിലാണ് ഫ്രില്ലിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അത് 4ആയിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കി 8ആയിട്ട് മടക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 58 ഇഞ്ച് വിട്ടുള്ള മെറ്റീരിയലാണിത്. നമുക്ക് 88 ഇഞ്ച് ഒരു അളവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയെങ്കിലും നമുക്ക് ഫ്രില്ലിടാൻ കിട്ടണം. അതിൽ കൂടുതൽ കിട്ടിയാലും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്ത് എനിക്കിവിടെ 10 ഇഞ്ച് നീളത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെറ്റ് 10 പീസ് കിട്ടിയിട്ടുണ്ട്. 20 ഇഞ്ചാണ്, 19.5 ഇഞ്ചാണ് 1/2 മീറ്റർ വരുന്നത്. ഞാൻ കട്ട് ചെയ്തപ്പോൾ 20 ഇഞ്ച് കണക്ക് കൂട്ടിയാണ് എടുത്തത്. അപ്പോൾ 2 ഇഞ്ച് വീതം 10 പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് നമുക്ക്
ബോഡിയിൽ നെക്കിൻ്റെ പോർഷനിൽ വെക്കാൻ വേണം. അപ്പോൾ 4 പീസ് ഞാൻ വീതം, ബാക്കി 8 പീസ് ഉണ്ടല്ലോ, അപ്പോൾ 4 പീസ് വീതം ഞാൻ എടുക്കുകയാണ്. ഒരു ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറോടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 പീസ് എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പുള്ളിടാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം 4 പീസ് വരുമ്പം 88-ന് 4 പീസ് വരുമ്പോൾ നന്നായിട്ട് തന്നെ ചുരുക്കിടാനുണ്ട്. അപ്പോൾ അതുപോലെ 4 പീസ് വെച്ച് ഒരു ലെയർ, പിന്നെ 4 പീസ് വെച്ച് അടുത്ത ലെയർ ചെയ്തിട്ട് രണ്ടും കൂടെ മുകളിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 പീസ് ലാസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാനാണ്. ഈ 8 പീസ് സ്കേർട്ട് പോർഷനിലേക്ക് വെച്ച് കൊടുക്കാനാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങളും കട്ട് ചെയ്ത് എടുക്കുക. ഇനി നിങ്ങളുടെ അളവനുസരിച്ച് നെറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി എനിക്ക് ഒരു ഹാറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ ഇനി വേറെ തുണി എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഏകദേശം അളവ് നോക്കി ഹാറ്റിനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗത്തുനിന്ന് വള്ളി കട്ട് ചെയ്ത് എടുക്കുകയാണ്, ഉടുപ്പിൻ്റെ വള്ളി. അപ്പോൾ അതിന് നമ്മൾ ഉടുപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് വീതി കുറച്ച് മതിയല്ലോ, അതുപോലെ തന്നെ ഞാൻ ചെരിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊരു പീസും കൂടി ലെങ്ത്തിന് വേണ്ടി ഇതുപോലെ ഇഴപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽ കൂടുതലെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നെക്കിന് വേണ്ടുന്ന ബെൽറ്റ് എടുത്ത് അടിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ബെൽറ്റ് 2.5 ഇഞ്ച് വീതിയിലാണല്ലോ നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള ബെൽറ്റിനുള്ള അളവാണ് നമ്മൾ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി 1/4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ട് അടിച്ചാൽ മതി കേട്ടോ. അതങ്ങനെ അടിച്ച് 2 പീസും തയ്ച്ച് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തയ്യൽ വരുന്ന ഭാഗം സെൻറ്ററിൽ വരാൻ പാകത്തിന് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് പതിച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലൈനിങ്ങും നല്ല പീസോടെ ചേർത്ത് വെച്ച് കൊടുക്കണം. ആ സമയത്ത് നല്ല പീസിലേക്ക് ഈ ബെൽറ്റിൻ്റെ നല്ല വശം, അതായത് തയ്യലില്ലാത്ത ഭാഗം വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുക. നമ്മളപ്പോൾ ലൈനിങ്ങിൽ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ബെൽറ്റ് വെക്കാനുള്ള അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അവിടെ വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ബെൽറ്റ് വെക്കാനുള്ള പൊസിഷനിൽ ബെൽറ്റ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത പീസിലും ബെൽറ്റ് വെച്ച് കൊടുത്ത് കൈക്കുഴിയുടെ അവിടെ വരുമ്പം ഒന്ന് കറക്കി സൂചി കുത്തി നിർത്തി കറക്കി സ്റ്റിച്ച് ചെയ്യുക. കർവ് വരുന്ന ഭാഗമെല്ലാം കട്ടിട്ട് കൊടുത്ത് മറിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ബെൽറ്റ് മറിച്ചെടുക്കുക. അപ്പോൾ ബെൽറ്റിൻ്റെ നല്ല വശം നമ്മുടെ നല്ല ഭാഗത്തേക്ക് തന്നെ വരാൻ പാകത്തിന് നമ്മൾ തയ്ച്ചെടുത്ത തയ്യൽ നടുക്ക് വരാൻ പാകത്തിന് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ലൈനിങ് ഒക്കെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നുണ്ടല്ലോ, കോർണർ വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒരു സൂചി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുത്തി വലിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും നമുക്കിതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ കൈക്കുഴിയും നെക്കും അങ്ങനെ പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രിൽസ് ഇടുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഇതുപോലെ സെൻട്രൽ കോഡ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഫ്രിൽസ് ഇട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 2 പീസും എടുത്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് നല്ല രസത്തിൽ ആ റെഡിൻ്റെ മുകളിൽ വൈറ്റ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ ആ രണ്ടും തമ്മിൽ ആദ്യത്തെ ഇട്ടതിൻ്റെ മുകളിൽ തന്നെ ഇത് രണ്ടാമത്തതും വെച്ച് കൊടുത്തിട്ട് ആ തയ്യലിൻ്റെ അതേ മുകളിൽ കൂടെ തന്നെ നമ്മൾ ഈ രണ്ടും ചേർത്ത് വെക്കുന്നതും അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ 2-3 തയ്യൽ അതിനകത്ത് കാണുമ്പോൾ വൃത്തികേടായിട്ട് മാറും. അതിനുശേഷം നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിൽ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വെക്കേണ്ട ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് ഈ നെറ്റ് ഫ്രില്ലിട്ടത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് അധികമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്ക് ചെയ്തെടുക്കുക. ബാക്കിൻ്റെ നല്ല പീസിലേക്ക് ബെൽറ്റിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ആം ഹോൾ സ്റ്റിച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുത്ത് അതുപോലെ തന്നെ രണ്ടാമതും ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് മറിച്ചെടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷൻ എടുത്തു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ പീസ് അടുപ്പിക്കാനുണ്ടല്ലോ. ആ പീസ് നല്ല വശം നോക്കി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പീസുകൾ തമ്മിൽ ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററും ഒത്തുവരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് തയ്ച്ചു തുടങ്ങണം കേട്ടോ.
അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലൈനിങ് എടുത്തു കൊടുത്ത് ഫ്രിൽസ് ഇട്ട് എടുക്കുക. അപ്പോൾ ലൈനിങ് പ്ലീറ്റ് ഇടാൻ പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവ് നോക്കി പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അത് നമ്മുടെ ബോഡി പാർട്ടിൽ നോക്കി സ്കേർട്ട് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ലൈനിങ് ആ അംബ്രല്ല വെട്ടിയ സ്കേർട്ടിൻ്റെ അടിയിലേക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കണം. സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് നമുക്ക് വള്ളി തയ്ച്ച് വെച്ചിരുന്നത് അടിച്ച് മറിച്ചെടുക്കണം. അതിനുശേഷം ഈ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പ് വെട്ടി യോക്ക് ജോയിൻ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുക. സ്കേർട്ട് പോർഷൻ്റെ അവിടെ വരുമ്പോഴേക്കും 2 ഇഞ്ചെങ്കിലും താഴേക്ക് ഒരുമിച്ച് തയ്ച്ചതിന് ശേഷം ലൈനിങ്ങും നല്ല പീസും സെപ്പറേറ്റ് തന്നെ ചെയ്തെടുക്കണം. നമ്മൾ രണ്ടും ഒരുമിച്ച് സൈഡ് അടിച്ചു പോകരുത്. ഇതുപോലെ കുറച്ച് ഒരു 2 ഇഞ്ചോളം ഒരുമിച്ച് തയ്ച്ചതിന് ശേഷം നമ്മളെ ഉള്ളിലെ പീസ് മാറ്റി വെച്ചിട്ട് ലൈനിങ് മാത്രം ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കണം. അതിനുശേഷം ലൈനിങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നല്ല പീസ് എടുത്ത് അതിൻ്റെ ലൈനിങ് മുകളിലേക്ക് മറിച്ചിട്ടിട്ട് നല്ല പീസ് മാത്രം എടുത്തു കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും നമ്മുടെ വള്ളി പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ചെറുതായിട്ട് മടക്കി അടിച്ച് എടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം 2ആയിട്ട് തന്നെ മടക്കി അടിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ലൈനിങ് മടക്കി അടിച്ചതിന് ശേഷം ഉടുപ്പിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം. അപ്പോൾ ഉടുപ്പിൻ്റെ അടിഭാഗം ചെറുതായിട്ട് മടക്കി അടിക്കാൻ പാകത്തിനാണ് ഞാൻ വെട്ടിയിരുന്നത്. അപ്പോൾ അമ്പർലയാകുമ്പോൾ ഒരുപാട് വീതിക്ക് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ചുളിവ് വീഴും. അപ്പോൾ കുഞ്ഞായിട്ട് ഉരുട്ടി മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗവും ഉടുപ്പിൻ്റെ അടിഭാഗവും ചെറുതായിട്ട് തന്നെ മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉടുപ്പിൻ്റെ അടിഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 8 പീസ് വെള്ള നെറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം നല്ല തിക്കായിട്ട് തന്നെ ഫ്രിൽസ് ഇട്ട് കൊടുത്ത് ഈ സ്കേർട്ട് പോർഷൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ 4 എണ്ണം ഫ്രില്ലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത 4 എണ്ണം വേറെ സെപ്പറേറ്റ് ഫ്രില്ലിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ സെൻറ്ററിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനും നമുക്ക് ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം 2 ഫ്രില്ലും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഒരു ഫ്രില്ലിൻ്റെ മുകളിലേക്ക് അടുത്ത ഫ്രില്ല് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ അടുത്ത സ്റ്റിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ചുറ്റോട് ചുറ്റും ഫ്രില്ല് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ മൊത്തം അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പിന് വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല. നമ്മുടെ ഉടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മക്കളുടെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.